ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ദ്വിദിന സന്ദർശനത്തിനായി അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തെ ആയുർവേദത്തിന്റെ ആഗോള കേന്ദ്രമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ വേതന സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച സംസ്ഥാനത്തെ 3 തദ്ദേശ വാർഡുകളിൽ പത്രിക പിൻവലിക്കാൻ സമയപരിധി അവസാനിച്ചു. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഝാർഖണ്ഡ് സന്ദർശനം പുരോഗമിക്കുന്നു. സന്താലി ഭാഷയിലെ ഓൽ ചീക്കി ലിപിയുടെ 100ാം വാർഷിക ആഘോഷ പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുത്തു. സന്താലി ഭാഷയിലുള്ള ഭരണഘടന ഓൽ ചീക്കി ലിപിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളെ രാഷ്ട്രപതി പ്രശംസിച്ചു. ജംഷഡ്പൂർ NITയുടെ 15ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുത്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ദ്വിദിന സന്ദർശനത്തിനായി അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. പുതുശ്ശേരിയിലെ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം പാളയം LMSൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിലെ സ്നേഹസംഗമം പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. നാളെ രാവിലെ 9:25 വർക്കലയിൽ ശിവഗിരി തീർത്ഥാടനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. 11:30 തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപന പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഉച്ചയ്ക്ക് 1:45 ഉപരാഷ്ട്രപതി തിരുവനന്തപുരത്ത് നിന്ന് മധുരയ്ക്ക് തിരിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ഇന്ന് രാത്രി 8:30 വരെയും നാളെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും തിരുവനന്തപുരത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ഇന്ന് രാത്രി 8 വരെ കനകക്കുന്ന് കോമ്പൗണ്ടിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ല. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തെ ആയുർവേദത്തിന്റെ ആഗോള കേന്ദ്രമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രീ ലോഞ്ച് ദേശീയ ഗവേഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 40ഓളം സ്ഥാപനങ്ങൾ ഗവേഷണവുമായി സഹകരിക്കാൻ ധാരണയായതായും മന്ത്രി അറിയിച്ചു. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം CCRASുമായി ധാരണാപത്രം ഒപ്പിടുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ വേതന സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ മിനിമം വേതനം പരിഷ്കരിക്കുന്നതിനുള്ള കരട് വിജ്ഞാപനം 1 മാസത്തിനുള്ളിൽ പുറപ്പെടുവിക്കാൻ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ 2200ഓളം സ്വകാര്യ ആശുപത്രികളിലായും ജോലി ചെയ്യുന്ന 1,13,000ഓളം ജീവനക്കാരുടെ വേതന സുരക്ഷ ഉറപ്പാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. 2018 മിനിമം വേതന നോട്ടിഫിക്കേഷൻ ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് നിലവിൽ ഭൂരിഭാഗം ആശുപത്രികളിലും 2013 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള വേതനമാണ് നൽകി വരുന്നത്. ഇത് പരിഹരിക്കുന്നതിനായി ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച മിനിമം വേതന കമ്മിറ്റി 2023 ഡിസംബർ മുതൽ 2025 മെയ് വരെ വിവിധ ഘട്ടങ്ങളിലായി ചർച്ചകൾ നടത്തിയിരുന്നു. ജനുവരി 14 മുതൽ 18 വരെ തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിധി നിർണ്ണയം സുതാര്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിൽ പത്രിക പിൻവലിക്കാൻ സമയപരിധി അവസാനിച്ചു. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായിപ്പാടം, എറണാകുളം പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം എന്നീ വാർഡുകളിൽ ജനുവരി 12-നാണ് വോട്ടെടുപ്പ്. 13-ന് വോട്ടെണ്ണും. അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച സംസ്ഥാനത്തെ 6 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നു. ആലപ്പുഴയിലെ വീയപുരം പഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ P. ഓമനയെയും നെടുമുടി പഞ്ചായത്തിൽ PK വിനോദിനെയും തെരഞ്ഞെടുത്തു. കാസർകോട്ടെ പെരിയയിൽ LDFിലെ സബിതയും മലപ്പുറത്തെ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റായി UDFിലെ താരിയൻ സുമയെയും തെരഞ്ഞെടുത്തു. എറണാകുളത്തെ വെങ്ങോലയിൽ UDFിലെ ഷമീദ ഷെരീഫും കോട്ടയത്തെ എരുമേലിയിൽ CPIMലെ അമ്പിളി സജീവനും തെരഞ്ഞെടുക്കപ്പെട്ടു. ക്വാറം തികയാത്തതിനെ തുടർന്നാണ് ശനിയാഴ്ച ഇവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്താതിരുന്നത്. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാറിനെ അടുത്ത മാസം 12 വരെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ഇന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത്. വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പ് ജനുവരി 7 മുതൽ 13 വരെ നിയമസഭാ മന്ദിരത്തിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.
180 പ്രസാധകർ പങ്കെടുക്കും. പുസ്തകോത്സവത്തിൽ 300 സ്റ്റാളുകളാവും ഉണ്ടാവുകയെന്ന് സ്പീക്കർ എൻ ഷംസീർ അറിയിച്ചു. വി കെ പ്രശാന്ത് MLA ചെയർമാനും മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു വൈസ് ചെയർമാനും ആകാശവാണി വാർത്താ വിഭാഗം മേധാവിയും ജോയിന്റ് ഡയറക്ടറുമായ ലെമി ജി നായർ അടക്കമുള്ളവർ വൈസ് ചെയർപേഴ്സൺമാരുമായ പുസ്തകോത്സവത്തിന്റെ മാധ്യമ സെല്ലിനും രൂപം നൽകി. മീഡിയ സെൽ ഓഫീസ് സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 1ാം റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിച്ചു. ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ KN ഹരിലാലിൽ നിന്നും റിപ്പോർട്ട് സ്വീകരിച്ചു. 2026-27 ധനകാര്യ വർഷത്തേക്കുള്ള ശുപാർശകളാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം 5-ന് തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. നാളെ വൈകിട്ട് 5-ന് ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രനട തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് തുറന്ന് ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി സന്നിധാനത്തെ ആഴിയിൽ അഗ്നി പകർന്ന ശേഷം തീർത്ഥാടകർക്ക് 18ാം പടി ചവിട്ടി ദർശനം നടത്താം. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയും പരിസര പ്രദേശങ്ങളും ഒരുങ്ങുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നു. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഈ മാസം 27 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 14-നാണ് മകരവിളക്ക് മഹോത്സവം നടക്കുക. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ നടന്ന 4ാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ 30 റൺസ് ജയം നേടിയിരുന്നു. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന അസോസിയേഷന്റെ 75ാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ ഭരണസമിതിയെ പ്രഖ്യാപിച്ചത്. ശ്രീജിത്ത് P. നായരാണ് പ്രസിഡന്റ്. സതീശൻ K. വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ദോഹയിൽ നടന്ന ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ അർജുൻ എരിഗൈസിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അദ്ദേഹത്തിന്റെ ആത്മവീര്യം ശ്രദ്ധേയമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 346 പോയിന്റ് താഴ്ന്ന് 84,696-ലും നിഫ്റ്റി 100 പോയിന്റ് താഴ്ന്ന് 25,942-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 520 രൂപ കുറഞ്ഞ് 1,03,920 രൂപയാണ് ഇന്നത്തെ വില. ആലപ്പുഴ ജില്ലയിൽ നാളെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. പക്ഷിപ്പനിയെ തുടർന്ന് ചിക്കൻ വിഭവങ്ങളുടെ വിൽപ്പന നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹോട്ടൽ ഉടമകളുടെ ആവശ്യം അംഗീകരിച്ചില്ലെന്നാണ് ആരോപണം. ഇന്ന് ആലപ്പുഴ കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം. വയനാട്ടിൽ ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കായി ഭൂമി ഏറ്റെടുക്കൽ അന്തിമഘട്ടത്തിലെന്ന് T. സിദ്ദിഖ് MLA. അത്യാധുനിക രീതിയിലുള്ള പുനരധിവാസം നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങളാണ് തറക്കല്ലിടൽ വൈകാൻ കാരണമെന്നും MLA പറഞ്ഞു. തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം ജൂലൈ 30-ന് പനിക്ക് ചികിത്സ തേടിയെത്തിയ കുഞ്ഞിന് ചികിത്സാ പിഴവ് ഉണ്ടായതായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് സംസ്ഥാനതല ജനകീയ ക്യാമ്പയിൻ ജനുവരി 1-ന് തിരുവനന്തപുരത്തെത്തും. പ്രചാരണ റാലിയുടെ സമാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തെ കൂടുതൽ ആരോഗ്യകരമായ സമൂഹമായി മാറ്റുകയാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. ഉത്തരേന്ത്യയിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വിമാന ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. ഇന്ന് 64 വിമാനങ്ങൾ റദ്ദാക്കിയതായി ഡൽഹി വിമാനത്താവളം അധികൃതർ അറിയിച്ചു. ഡൽഹിയിലേക്കുള്ള 18 ട്രെയിനുകൾ 3 മണിക്കൂറിലധികം വൈകിയാണ് ഓടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ദ്വിദിന സന്ദർശനത്തിനായി അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തെ ആയുർവേദത്തിന്റെ ആഗോള കേന്ദ്രമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ വേതന സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച സംസ്ഥാനത്തെ 3 തദ്ദേശ വാർഡുകളിൽ പത്രിക പിൻവലിക്കാൻ സമയപരിധി അവസാനിച്ചു. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.